Hey guys, in this video I will show you keyless entry vehicles remote key battery നമുക്ക് സ്വയം എങ്ങനെ വീട്ടിൽ നിന്ന് റീപ്ലേസ് ചെയ്യാമെന്നാണ്. സോ എൻ്റെ ഇപ്പോൾ കയ്യിലിരിക്കുന്നത് MG ഹെക്ടറിന്റെ കാർ കീ ആണ്. ഇതിന്റെ ബാറ്ററി ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. സോ ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. സോ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ ഒരു ടോഗിൾ പോലെ ഒരു സാധനം കാണാം. ഇത് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് മാനുവൽ കീ ആദ്യം പുറത്തെടുക്കണം. ഈ മാനുവൽ കീ ഉപയോഗിച്ചിട്ട് കീലെസ് എൻട്രി വെഹിക്കിൾസ് നമുക്ക് എങ്ങനെ മാനുവലായിട്ട് പഴയ പോലെ തുറക്കാം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നോക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ നോക്കിയാൽ മതി. സോ നമുക്ക് ഈ ഒരു കീ തുറക്കാനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് മാനുവൽ കീ ആദ്യം പുറത്തേക്ക് എടുത്തിട്ട് ജസ്റ്റ് കുറച്ച് ഉള്ളിലേക്ക് കയറ്റുക. എന്നിട്ട് നമുക്ക് റൈറ്റിലേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അധികം പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്യരുത്, കാരണം ചിലപ്പോൾ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് ഇങ്ങനെ പതുക്കെ തുറക്കാൻ നോക്കുക. അതിനെ നമ്മൾ കുറച്ച് നേരം ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇതേപോലെ ഫോം ചെയ്യുന്നത് കാണാം. സോ ആ ഗ്യാപ്പ് നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. സോ ഇതേപോലെ ആദ്യം രണ്ട് സൈഡിലും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഓവർ ബലം കൊടുക്കാണ്ട് പതുക്കെ ട്വിസ്റ്റ് ചെയ്ത് തുറക്കാൻ നോക്കുക. കാരണം ഇത് ഫുള്ള് ക്ലിപ്പിലാണ് നിൽക്കുന്നത്. സോ ക്ലിപ്പ് പൊട്ടാണ്ടിരിക്കാനാണ് ഞാനത് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗ്രൂവ് പോലെ കാണാം. അവിടെ ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊരു പുള്ളി പോലെ യൂസ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിലുള്ള ചെറിയ ഗ്യാപ്പ് ആദ്യം മാക്സിമം ഫോം ചെയ്യിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സ്ക്രൂ ഡ്രൈവർ കയറ്റി വെച്ചാലും മതി. സോ ഞാൻ ആ സ്ക്രൂ ഡ്രൈവർ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ജസ്റ്റ് പുള്ളി പോലെ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ തിരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കുറച്ചും കൂടി വലിയ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് ഉണ്ടാവും. അങ്ങനത്തെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ പുള്ളി ചെയ്യുക. സോ നമുക്ക് ആ ഗ്യാപ്പ് ഇതേപോലെ വലുതാക്കാൻ പറ്റും. സോ ഇതേപോലെ നമുക്ക് എല്ലാ ഭാഗത്തെ ക്ലിപ്പ് ഇങ്ങനെ പതുക്കെ വിടിയിച്ചെടുക്കാൻ പറ്റും. സോ ഞാനിപ്പോൾ സൈഡ് ഫുള്ള് അങ്ങനെ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ തുറന്നു നോക്കാം. സോ നമ്മൾ അതേപോലെ സ്ക്രൂ ഡ്രൈവർ ഒന്ന് കയറ്റിയിട്ട് ഇതേപോലെ പുള്ളി ചെയ്യുക. അത് ആ സ്ക്രൂ ഡ്രൈവറിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആവണ പോലെ പതുക്കെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഭാഗത്ത് ക്ലിപ്പും കൂടി വിടും. പിന്നെ അങ്ങനെ ക്ലിപ്പ് വിട്ട് കഴിഞ്ഞാൽ മറ്റേ സൈഡ് കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കും, ഓപ്പോസിറ്റ് സൈഡ്. സോ നമ്മൾ ഇവിടെ ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അപ്പുറത്തെ സൈഡിലും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. അതിനാദ്യം തന്നെ നമ്മൾ ആ കീ ഉപയോഗിച്ചിട്ട് ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ചെയ്ത പോലെ ഇങ്ങനെ നമ്മൾ ഗ്യാപ്പ് കയറ്റി വലിച്ചെടുക്കുക. സോ നമുക്ക് ആ ക്ലിപ്പ് ഇങ്ങനെ പതുക്കെ വിടിയിച്ചെടുക്കാൻ പറ്റും. സോ നമ്മൾ ഇതേപോലെ ക്ലിപ്പ് എല്ലായിടത്തും പതുക്കെ വലിച്ചു കഴിഞ്ഞാൽ വിടിയിച്ച് മൊത്തത്തിൽ ആ ഒരു കേസിങ് തുറന്നെടുക്കാൻ പറ്റും. പതുക്കെ വലിച്ചാൽ മതി, ആ ക്ലിപ്പ് മാക്സിമം പൊട്ടാണ്ട് നോക്കുക. ചില സമയത്ത് ഇതേപോലെ മറ്റേ സൈഡ് തുറക്കാൻ പറ്റാണ്ട് വരും, ഒരു സൈഡ് മാത്രം തുറന്നു വന്നിട്ട്. സോ മറ്റേ സൈഡ് നമ്മൾ ഇതേപോലെ ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് മുകളിലേക്ക് അടിക്കും പുള്ളി ചെയ്തിട്ട് അവിടുത്തെ ഗ്യാപ്പ് ഇങ്ങനെ മാക്സിമം വലുതാക്കാൻ നോക്കുക. സോ നമുക്ക് അവിടുത്തെ ക്ലിപ്പ് ഇങ്ങനെ പതുക്കെ വിടിയിച്ചെടുക്കാൻ പറ്റും. സോ ആ ഗ്യാപ്പ് കറക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഇതേപോലെ നമുക്ക് കേസിങ്ങിനെ തുറന്നെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു കേസിങ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഈ ഒരു ഭാഗം കൂടി നമുക്ക് എടുക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ ഇതേപോലെ പതുക്കെ പുള്ളി ചെയ്ത് കൊടുക്കുക. ഓവർ അമർത്തി പുള്ളി ചെയ്ത് പതുക്കെ സ്ലൈറ്റായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പുള്ളി ചെയ്ത് കൊടുത്താൽ മതി. സോ നമുക്കത് മൊത്തത്തിൽ പുറത്തേക്ക് എടുക്കാൻ പറ്റും. സോ ഇപ്പോൾ ഞാൻ ക്ലിപ്പൊക്കെ ലൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതേപോലെ നമുക്കത് തുറന്നെടുക്കാം. സോ ഒരു സൈഡിൽ നമുക്ക് ഇതിൻ്റെ ബോർഡ് കാണാം, ആ ഭാഗത്താണ് ബട്ടൺസൊക്കെ വരുന്നത്. ഇനി അപ്പുറത്തെ സൈഡിൽ നമുക്ക് അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി കാണാൻ പറ്റും. സോ ഞാൻ ആദ്യം തന്നെ ഈ ബാറ്ററി കാണിച്ചു തരാം. ബാറ്ററി ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു വല്ല സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതേപോലെ പുള്ളി ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുക. സോ എന്നിട്ട് ആ ബാറ്ററിയുടെ ഫ്രണ്ടിൽ നോക്കിയാൽ മനസ്സിലാവും ഇത് 3 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. സോ നമുക്ക് ഈ ബാറ്ററി വേറെ വാങ്ങിക്കാനായിട്ട് വല്ല വാച്ച് കടയിൽ പോയി കഴിഞ്ഞാൽ ഈ ബാറ്ററി കിട്ടുന്നതാണ്. സോ ഞാനിപ്പോൾ പുതിയ ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ പുതിയ ബാറ്ററി ഇതേപോലെ തുറന്നെടുക്കുക. ഇതിൻ്റെ ബാറ്ററിയൊക്കെ തുറന്നെടുക്കുമ്പോൾ മുകളിൽ ചെറുതായിട്ടൊരു പശയൊക്കെ ഉണ്ടാവും. ഈ പശ ഉണ്ടാവാൻ കാരണം മുകളിൽ ഈ സെലോ ടൈപ്പ് ഒട്ടിച്ച് വെച്ചുകൊണ്ടാണ്. സോ നമ്മൾ സെലോ ടൈപ്പ് ഇങ്ങനെ പതുക്കെ മാക്സിമം വലിച്ചെടുത്തിട്ട് അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ വല്ല സാനിറ്റൈസർ അടിച്ചിട്ട് വല്ല പഞ്ഞി കൊണ്ട് തുടച്ചെടുക്കണം. എന്നാലാണ് ഇതിൻ്റെ മേലത്തെ പശയൊക്കെ പോവുള്ളൂ. പശ പോയതിന് ശേഷം മാത്രമാണ് നമ്മളതിൽ ബാറ്ററി തിരിച്ച് ആ റിമോട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ പാടുള്ളൂ. സോ ഞാനിപ്പോൾ പശയൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ പ്ലസ് സൈൻ കാണാം. ആ പ്ലസ് സൈനിൻ്റെ അങ്ങോട്ട് നമ്മുടെ ബാറ്ററിയുടെ പ്ലസ് സൈന് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കണം. സോ ഇതേപോലെ പതുക്കെ നമ്മൾ ബാറ്ററി അവിടെ വെച്ച് കൊടുക്കുക. ഇനി ഇത് വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ബോർഡ് കറക്റ്റായിട്ട് വെക്കണം. ഇതിൻ്റെ അവിടെ ഈ അടിയിലത്തെ ഭാഗമാണ് ബാറ്ററി ആയിട്ട് കണക്റ്റ് ആവുന്ന ഭാഗം. സോ ഇതേപോലെ കറക്റ്റായിട്ട് അതിൻ്റെ മേലെ അലൈൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് അവിടെ കറക്റ്റായിട്ട് നിന്നോളും. ഈ ഒരു ടൈമിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടോയെന്ന് മാത്രമല്ല, നമ്മൾ ജസ്റ്റ് റിമോട്ട് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് വണ്ടി ഒന്ന് ലോക്ക് ചെയ്യും നോക്കുക. കാരണം പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഇനി അതിന് ശേഷം ചെയ്യേണ്ടത് നമുക്കൊരു കവറും കൂടിയും ബാക്കിയുണ്ട്. വർക്കിംഗ് ആണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ആ കവറും കൂടി ഇതിൻ്റെ മേലെ വെച്ചിട്ട് ജസ്റ്റ് അമർത്തി കൊടുക്കുക. അപ്പോൾ ആ ക്ലിപ്പ് മൊത്തം കറക്റ്റായിട്ട് നിന്നോളും. സോ നമ്മൾ എല്ലാ സൈഡും ഇങ്ങനെ പതുക്കെ ക്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക.
ഇപ്പോൾ നമ്മൾ ബാറ്ററി ഒക്കെ റീപ്ലേസ് ചെയ്ത് തിരിച്ച് അതേപോലെ നമ്മൾ റിമോട്ട് കീ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് മാനുവൽ കീ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നതാണ്. അത് പഴയ പോലെ വെക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ മാനുവൽ കീ ഒന്നും കൂടി തുറന്ന് വലിച്ചെടുത്ത് നോക്കുക. കാരണം ആ ടോഗിൾ കറക്റ്റ് ലോക്കായിട്ട് നിൽക്കണില്ലെന്ന് രണ്ടാമത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇത് വണ്ടിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം, പെർഫെക്റ്റ്ലി വർക്കിംഗ് അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഇതേപോലെ വണ്ടിയുടെ മുമ്പിൽ നിന്നിട്ട് ജസ്റ്റ് ലോക്ക് ബട്ടൺ അമർത്തി നോക്കുക. സോ ഇവിടെ ലോക്ക് ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ജസ്റ്റ് അൺലോക്ക് ബട്ടണും കൂടി അമർത്തി നോക്കുക. സോ ഇപ്പോൾ രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ഇതേപോലെയാണ് നമുക്ക് ഏതൊരു കീലെസ് എൻട്രി വെഹിക്കിൾസിൻ്റെയും ബാറ്ററി നമുക്ക് സ്വന്തം വീട്ടിൽ നിന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുക. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.